കഴിഞ്ഞ ദിവസം SSLC റിസൾട്ട് വന്നപ്പം ഞാൻ ആ സമയത്ത് ആലോചിച്ചത് എന്റെ SSLC റിസൾട്ട് വന്ന സമയത്തിനെ പറ്റിയിട്ടാണ്. എന്റെ SSLC റിസൾട്ട് വന്നപ്പം വലിയ എക്സ്പെക്ടേഷൻ ഒന്നും എന്റെ വീട്ടുകാർക്കും ആർക്കും ഇല്ലായിരുന്നു. സോ 6 A+ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പലരും എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എങ്ങനാ കോപ്പി അടിച്ചോ? അടുത്തിരുന്ന ആൾക്കാരുടെ ഒക്കെ നോക്കിയിട്ടാണോ എഴുതിയത്? ടീച്ചർമാർക്ക് ഇനി വല്ല തെറ്റുപറ്റിയതാണോ? അത് കൂടാതെ ഒരാൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ അമ്മയെടുത്ത് ചോദിച്ചു, ഗായത്രി ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു എക്സാം ഹാളില് എന്ന് ചോദിച്ചു. അങ്ങനെ എന്താണെന്നറിയത്തില്ല, ഞാൻ പഠിക്കുമെന്ന് അങ്ങോട്ട് സമ്മതിക്കാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ 6 A+ കിട്ടിയെന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് എന്നുള്ളത് ആരും കണ്ടതുമില്ല കേട്ടതുമില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് റാങ്ക് കിട്ടിയപ്പം ഈ പറഞ്ഞ അതേ ആൾക്കാർ എന്നെ മുഖത്തൊക്കെ ചോദിച്ചു, പരീക്ഷ എഴുതാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നോ? പരീക്ഷാ ക്ലാസ്സിൽ എക്സാം എഴുതാൻ ഇയാൾ മാത്രമേ ഉള്ളായിരുന്നു? അല്ല, ഈ കോഴ്സ് പഠിക്കാൻ ഇയാൾ മാത്രമേ ഉള്ളായിരുന്നു? സാറന്മാര് എന്ത് വായിച്ചപ്പോ എന്ത് തോന്നി സാറന്മാർ ഇനി വെറുതെ ആക്കി തന്നെയാണോ റാങ്ക്? അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ കേട്ടിട്ടാണ് ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു ഗായത്രിയിലോട്ട് ഞാൻ വന്നത്. സോ ഒരു മാർക്കല്ല നിങ്ങളുടെ ഡിസൈഡിങ് ഫാക്ടർ. ഇത് കേൾക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, കേട്ടല്ലോ. ഇങ്ങനെയുള്ള പല ആൾക്കാരും പലതും പറയും. അവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ അന്നും ഇന്നും കാണിക്കുന്നതിന്റെ കൂട്ട് ഇങ്ങനെ കാണിക്കുക ആൻഡ് മൂവ് ഓൺ. ഓക്കെ.